കിട്ടാൻ സാധ്യതകളുണ്ട്. അതിന് അധ്വാനിക്കണം. ഈ ഇച്ഛാശക്തി ഉള്ളവർ തന്നെയാണ് ഇനിയും വരിക എന്നുള്ളത് നമുക്കാർക്കും ഉറപ്പില്ല. അതുകൊണ്ട് എല്ലാവരും വളരെ ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇന്ന് ശിലാസ്ഥാപനം ഇട്ടു എന്ന് പറയുന്ന ഈ ഭൂമി വഖഫ് ഭൂമിയാണ്. വഖഫിന്റെ അധികാരികൾ ഉള്ളപ്പോൾ തന്നെ പറയണമെന്ന് വിചാരിച്ചാണ്. വഖഫിന്റെ കളി അത് അപകടമാണ്. ഒന്നുമില്ല, ഇത് എന്തിനു വേണ്ടി വഖഫ് ചെയ്തതാണ് എന്ന് നോക്കണമെന്ന് സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും എന്നെ ക്ഷണിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം തമ്മാടിത്തരങ്ങൾക്കൊക്കെ ഖാദി സപ്പോർട്ടാണ് എന്ന് പ്രസംഗിച്ച് നടക്കരുത്, പറഞ്ഞു നടക്കരുത്. എന്ന് പറഞ്ഞാൽ ഇതൊരു തമ്മാടിത്തരാന്നല്ല പറയുന്നത്. ഇതിൽ വരുന്ന പ്രശ്നങ്ങൾ, അഥവാ ഈ വഖഫിന്റെ സ്ഥലം ഏതെങ്കിലും കാലത്ത് ഇത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, ഇത് നിങ്ങളുടേതല്ല, എൻ്റെ തറവാട്ടിലേതല്ല, നിങ്ങളുടെ തറവാട്ടിലേതല്ല, ഈ മഹല്ലത്തിന്റെ വരുമാനത്തിന് വേണ്ടി വഖഫ് ചെയ്ത ഭൂമിയായിരിക്കണം ഇത്. അതിൻ്റെ ഇത് നോക്കിയാൽ അറിയാം. ചാരിറ്റി പ്രവർത്തനം നടത്താം, സാമൂഹ്യ പ്രവർത്തനം നടത്താം, കാരുണ്യ പ്രവർത്തനം നടത്തണം. പക്ഷേ അത് സുതാര്യതയോടുകൂടെയാവണം. മഹല്ലിന്റെ വഖഫ് ഭൂമിയിൽ നാം ഒരു സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ അത് മഹല്ലിന് ഖബറുണ്ടാക്കാൻ വേണ്ടിയുള്ള ഭൂമിയാണെങ്കിൽ അത് പാടില്ല. മറ്റ് എന്തിനാണോ ദാതാവ് അത് വഖഫ് ചെയ്തിരിക്കുന്നത് അത് പഠിക്കണം. അത് നമുക്കുള്ള ചാൻസ് എവിടെയാണ്? അത് പള്ളിയുടെ അല്ലെങ്കിൽ മഹല്ലത്തിന്റെ ഉപകാരത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടത്, അഥവാ വരുമാനത്തിന്. രായും പയറുണ്ടാക്കാം, അതുപോലെ തന്നെ ബിൽഡിംഗ് ഉണ്ടാക്കാം, ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ അതിന്റെ വരുമാനം, നിശ്ചിത വരുമാനം മഹല്ലത്തിന് കൊടുത്തോളണം. നിങ്ങൾ ഇവിടെ ഡയാലിസിസ് ഉണ്ടാക്കിയാലും ശരി, മറ്റെന്തുണ്ടാക്കിയാലും ശരി, ഇവിടെ വരുന്ന ബിൽഡിംഗ് ഈ ഭൂമിയിൽ നിൽക്കുന്ന കാലത്തോളം അവിടെ വിട്ടുവീഴ്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. ധാരണപ്പശക് കൊണ്ടായിരിക്കാം മന്ത്രി ഇവിടെ പറയുകയുണ്ടായി സക്കാത്തിന്റെ പൈസയൊക്കെ മേടിച്ചിട്ട് ചെയ്യാമെന്നുള്ളത്. അദ്ദേഹം ഒരു ഭൗതിക മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധ കുറവുകൊണ്ടായിരിക്കാം. ഞാൻ വ്യക്തിപരമായി തന്നെ എഴുന്നേറ്റ് പുക ആയതുകൊണ്ട് ഞാൻ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. മൂപ്പര് പറഞ്ഞ്, പക്ഷേ എരുമേലിയിൽ ആ മഹല്ലിൽ അങ്ങനെയാണ്, വല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മഹല്ലാവും, അവർക്കാണ് ആ സക്കാത്തിന്റെ പൈസ കൊണ്ട് ഇത്തരം പരിപാടി നടത്തലും സമ്മേളനം നടത്തലും പത്രം നടത്തലും പിന്നെ ടെലിവിഷൻ നടത്തലൊക്കെ പാടുള്ളൂ. നമുക്കത് പാടില്ല. അപ്പൊ മഹല്ലത്തിന്റെ ഒരു പരിപാടി ആയതുകൊണ്ട് അത് തിരുത്തൽ അനിവാര്യമാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇത്തരം സംഘടനകളിലേക്കോ അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ സക്കാത്തിന്റെ പൈസ കൊടുക്കണ്ട. സദഖ കൊടുത്തോളി, മറ്റ് ഹദിയ കൊടുത്തോളി, അതൊക്കെ കൊടുക്കാം. സക്കാത്ത് അത് ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് 8 വിഭാഗത്തെ ഖുർആൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് തന്നെ കൊടുക്കാം. അവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭൂമി വഖഫിന്റെ ഭൂമിയാ. ഇതിന്റെ വരുമാനം ആരായാലും ഈ കമ്മിറ്റിക്കാർ ചിലപ്പോൾ മാറും. 2 മാസം കഴിഞ്ഞാൽ 3 മാസം, അതാണ് 29-ാം തീയതി പരിപാടി വെച്ചിരിക്കണേ. ചിലപ്പോൾ ഈ മാസം നാളത്തോട് കൂടെ അവസാനിക്കുക. അപ്പൊ ഞങ്ങൾ കുറേ ചെയ്തു, കുറ്റം പറയല്ല. ആ ചെയ്യൽ എന്താവണം? ഉപകാരത്തിലാവണം. ഹറാമാവരുത്, തെറ്റാവരുത്. ഇത് വഖഫിന്റെ ഭൂമിയാണെന്ന് മറക്കരുത്. പല വഖഫുകളും അങ്ങനെ ഉണ്ടായുള്ളത്. 10 വണ്ടി നിർത്താൻ സ്ഥലമില്ല. ഇതിന്റെ വരുമാനം മുഴുവൻ ചെയ്യേണ്ടത് മഹല്ലാണ്. മഹല്ല് അതിന് പരിഹാരം കാണണം. ഇവിടെ പെൺകുട്ടികളെ കെട്ടിക്കുന്ന വിഷയം വന്നപ്പോൾ ആദ്യം ഞാൻ പറയുകയുണ്ടായി, മഹല്ലത്തിന്റെ പൈസ എടുക്കാൻ പറ്റില്ല. കാക്കത്തറക്കാർ മഹല്ല് അതിന്റെ വരുമാനം പള്ളിക്കും പള്ളി നടത്തിനും വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് സത്യമാണ്. എന്തിനാ കാക്കത്തറക്കാർ കൊടുക്കണമെന്ന് ചോദിക്കും. മഹല്ല് പിന്നെ വരുമാനം കാക്കത്തറക്കാർ കൊടുക്കേണ്ട ആവശ്യം എന്താ? മറ്റൊന്നുമല്ല, അവരുടെ ഉപ്പാപ്പയാണ് അവിടെ മറവിട്ട് കിടക്കുന്നത്. പക്ഷെ വഖഫ് ഭൂമി ആയതുകൊണ്ട് അവർക്ക് അധികാരമൊന്നുമില്ല. വഖഫ് ഭൂമിയിലായതുകൊണ്ട്, പക്ഷേ എങ്കിൽ മര്യാദ എന്ന നിലക്ക് അവരുടെ പൂർവികരായതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു അവകാശം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം അന്ന് പഴയ കമ്മിറ്റിക്കാരുടെ കൂടെ ചോദിച്ചാൽ അറിയാം. പുതിയ കമ്മിറ്റിക്കാരൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. അവര് എന്തൊക്കെ ഇവിടെ ഉണ്ടായത്, എന്താണ് ഇതൊക്കെ മാറാനുള്ള കാരണം എന്നൊക്കെ ഒന്ന് പഠിക്കുന്നതിന്റെ നാട്ടുകാരെ ഇനി കിട്ടിയില്ലെങ്കിലോ വെച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത്. ജുമ കുറേ ഉള്ളതുകൊണ്ട് എല്ലാവരും അവിടെയും ഇവിടെയൊക്കെയാണ്. അപ്പൊ കുറച്ചാൾക്കാരേ ഉള്ളൂ. എന്നാലും ശരി, ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. ഇതിൽ സുതാര്യത വേണം. ഒന്നുമില്ല, നടത്തണ്ട എന്നല്ല ഈ പറയുന്നത്. അന്ന് അവര് വഖഫ് കൊടുത്തപ്പോൾ, തിരിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ പ്രധാനമായി മഹല്ല് നടത്തേണ്ടത് ദർസിലെ കുട്ടികൾക്ക് മൂത്രമൊഴിക്കാനും കക്കൂസി പോകാനും പോലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് 2 കൊല്ലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്.
അതൊന്നും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അത്രയും പ്രതിസന്ധിയിലാണ് മഹല്ല്. മാത്രമല്ല ഖുർആൻ കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും ഇനിയിപ്പോൾ ഹൈവ വന്നാൽ പ്രത്യേകിച്ചും ഒരു വണ്ടി നിർത്താൻ സ്ഥലമില്ല. സ്ഥലമുണ്ട്, നമ്മുടെ മഹല്ലിന്റെ സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്, ഉമരി എന്ന് പറഞ്ഞ കുബ്ബുണ്ടാക്കിയ സ്ഥലത്ത്. പക്ഷേ അത് ചോദിക്കാനും എഴുതാക്കാനൊക്കെ വിഷമവും പ്രയാസമാണ്. ചോദിച്ചിട്ട് കൊടുക്കുന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. ഈ മഹല്ലിന്റെ വഖഫ് സ്ഥലമാണ്. അത് കുറെ ആൾക്കാർ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഷെയറെങ്കിലും മഹല്ലിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കൊടുപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. ഈ